8 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ടാണ് ഉള്ളത്. 9 ജില്ലകളിൽ ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, വലിയ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ആണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത്. 9 ജില്ലകളിൽ ഇപ്പോൾ അവധിയുമാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ, അതായത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മുന്നറിയിപ്പ് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വകുപ്പിനും ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ നൽകിയിരുന്നു. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 വരെ അതിതീവ്ര മഴ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ലഭിച്ചേക്കും. എൽനിനോ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ചൂട് അനിയന്ത്രിതമായി ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായതിനാലാണ് മഴയുടെ ലഭ്യതയിൽ കഴിഞ്ഞ ആഴ്ച വരെ കുറവുണ്ടായത്. പക്ഷേ ഈ 30-ാം തീയതി മുതൽ 5-ാം തീയതി വരെ, ഓഗസ്റ്റ് 5 വരെ അതിതീവ്ര മഴ മിക്ക ജില്ലകളിലും ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് കൃത്യമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയതാണ്. അത് ശരിവെക്കും പോലെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ സംസ്ഥാനത്തെ ഏതാണ്ട് 9 ജില്ലകളിൽ വ്യാപകമായി അതിതീവ്രമായ മഴ പെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. നിലവിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. ഇതിൽ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളിൽ അല്പം ആശങ്കാജനകമായ നിലയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി തോരാതുള്ള മഴ, അതോടൊപ്പം മണിമലയാർ, പമ്പയാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ നിറയുന്ന സാഹചര്യം. അത് റോഡിലേക്കും വെള്ളം കയറി ഏതാണ്ട് ഗതാഗതത്തെ തന്നെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കാണ് മധ്യ കേരളത്തിൽ ഈ അതിതീവ്രമായ മഴ ഇപ്പോൾ അതിൻ്റെ കെടുതി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ഈ 8 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. അടുത്ത ദിവസങ്ങളൊന്നും റെഡ് അലർട്ട് നിലവിലില്ല. അതായത് ഇന്നാണ് ഇത്രയും അതിതീവ്രമായ മഴ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളിലാണ് അതിതീവ്രമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇവിടെയെല്ലാം അങ്ങനെ തന്നെ തുടരുകയാണ്. നമ്മളിപ്പോഴുള്ള തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കൊല്ലത്തും ഉൾപ്പെടെ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്. മഴ പെയ്യുന്നില്ല എന്നേ ഉള്ളൂ അതിശക്തമായി. പക്ഷേ എപ്പോൾ വേണമെങ്കിലും പെയ്തേക്കാം, അങ്ങനെ ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ വയനാട് ജില്ലയിൽ അടക്കം അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കോഴിക്കോട് നിന്ന് വയനാട് ജില്ലയിലേക്ക് ചുരത്തിലൂടെയുള്ള യാത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പാടുള്ളൂ. എല്ലാ വാഹനങ്ങളും കടന്നു പോകാൻ കഴിയില്ല. അതോടൊപ്പം വയനാട്ടിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്കുള്ള യാത്രയിലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ പൂർണ്ണമായി തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് തീർച്ചയായും. അവിടെ ഡാൻ, ഇതാ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, ഒപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കും എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാഹചര്യം വളരെ മോശം, പ്രതികൂലമാകുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ. നമ്മളൊരു പ്രളയഭീതി എപ്പോഴും 2018 ശേഷം മലയാളികൾക്കുണ്ട് ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ. അപ്പോൾ എല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ, കൃത്യമായ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നല്ലേ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും 2018 ശേഷം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തങ്ങൾ അത് കേട്ടുകേൾവി ഇല്ലാത്തതാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് കഴിഞ്ഞ ദിവസം 2 വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ. കാരണം വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ 2018 മുതൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാ മഴക്കാലത്തും മലയാളികളുടെ മനസ്സിൽ ഭീതിജനകമായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് മാത്രമാണ് കടന്നുപോയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ എൽനിനോ പ്രതിഭാസം കാരണം മഴയുടെ ലഭ്യതയിൽ വലിയ കുറവുണ്ടായി. നമ്മുടെ ജലസ്രോതസ്സുകൾ ഏതാണ്ട് വറ്റി വരളുന്ന തരത്തിലേക്കാണോ കാര്യങ്ങളെന്ന് ചിന്തിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് വരെ അത് നയിച്ചു. അങ്ങനെ ഇടുക്കി ഡാമിന് അടക്കം ജലലഭ്യതയിൽ വലിയ കുറവാണ് ഉണ്ടായത്. അവിടെയാണ് ഇപ്പോൾ ഈ അതിതീവ്രമായ മഴ അതിൻ്റെ എല്ലാ ഊർജ്ജഭാവവും രൗദ്രഭാവവും എടുത്തുകൊണ്ട് പെയ്തിറങ്ങുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് 8 ജില്ലകളിൽ തിമിർത്ത് പെയ്യുന്നത്. എടുത്തു പറയുന്ന കാര്യം, പത്തനംതിട്ടയിലെ റാന്നി ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള മേഖലകൾ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട, അതോടൊപ്പം തന്നെ പാല, അതോടൊപ്പം ഈ പേട്ടയ്ക്കടുത്ത് പൂഞ്ഞാർ, തീക്കോയി മേഖലകളിലൊക്കെ അതിശക്തമായ മഴ വലിയ നാശനഷ്ടങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഈ തീർച്ചയായും ഡാൻ സൂചിപ്പിക്കുന്ന പോലെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.